ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പൊ മക്കളെ, നമ്മള് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠങ്ങളിൽ നിന്ന് പരീക്ഷ അടുത്ത് വരികയാണല്ലേ. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണേ. എന്താണ് ചോദ്യം എന്നറിയോ? നമ്മൾ അധ്വാനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. നമുക്ക് ഉറുമ്പ് വീട് പണിയുന്നതും അല്ലെ, ഉറുമ്പ് കൂടുണ്ടാക്കുന്നതും അതുപോലെ നമ്മുടെ മനുഷ്യർ വീടുണ്ടാക്കുന്നതും എല്ലാം എന്താണ്? കഷ്ടപ്പാടാണ്, അധ്വാനമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അധ്വാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല് പഠിക്കാം. ആ ചൊല്ലിന്റെ ആശയം കണ്ടെത്തി എഴുതേണ്ടി വരും. അപ്പൊ എന്താണ് ചൊല്ലിന്റെ ആശയം? വിശദമാക്കാം എന്ന് പറയുന്ന ഒരു ചോദ്യം നോക്കാം. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. കണ്ടോ? എല്ലുമുറിയെ പണിയെടുക്കാണ് ഇവര് എന്ന് പറഞ്ഞാല് എല്ലൊക്കെ മുറിച്ച് പണിയെടുക്കുക എന്നാണോ? അല്ല അല്ലേ. നന്നായിട്ട് കഷ്ടപ്പെടാണ്. നന്നായിട്ട് കഷ്ടപ്പെട്ടാല് എന്താണ്? നന്നായിട്ട് കഷ്ടപ്പെട്ടാല് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം, നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച്. അല്ലാതെ മടിയന്മാരായിട്ട് ഇരുന്നാൽ എന്താണ്? ഒന്നും നടക്കില്ല. അത് നമ്മളെ പഠിക്കുന്ന കാര്യത്തിലും അങ്ങനെയാണ് അല്ലേ. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ ഇന്ന് വേണ്ട, നാളെ പഠിക്കാം, ഇന്ന് കഴിയൂല, നാളെ പഠിക്കാം, പരീക്ഷ ആയിട്ടില്ലല്ലോ, അടുത്ത ദിവസം പഠിക്കാം, അങ്ങനെ നാളെ നീളെ എന്ന് പറഞ്ഞ് നിൽക്കരുത്. അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അന്നന്ന് തന്നെ ചെയ്യാം അല്ലേ. നമ്മൾ എന്തിനും അധ്വാനിക്കണം. അപ്പൊ ഇവിടെ എല്ലുമുറിയെ പണിയെടുത്താൽ നമുക്ക് പല്ല് മുറിയുന്നവരെ തിന്നാന്നാണോ? അല്ല, എല്ലുമുറിയെ നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാം എന്നാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാല് എല്ലുമുറിയെ പണി ചെയ്താൽ എന്ന് വെച്ചാൽ നന്നായി അധ്വാനിക്കുക എന്നർത്ഥം. പല്ലുമുറിയെ തിന്നാം എന്ന് വെച്ചാലോ സുഖമായി ജീവിക്കാം എന്നർത്ഥം. നന്നായി അധ്വാനിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ ഉയർച്ചയും ശ്രേയസ്സും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് പിന്നീടുള്ള കാലം സുഖമായിട്ട് ജീവിക്കാം. അതാണ് ഈ ഒരു ചൊല്ലിന്റെ അർത്ഥം കേട്ടോ. എല്ലുമുറിയെ പണി ചെയ്താൽ എന്താണ്? പല്ലുമുറിയെ തിന്നാം. എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം എന്നാണ് അർത്ഥം. നന്നായി അധ്വാനിക്കുന്നവർക്ക് എന്താണ്? നന്നായി അധ്വാനിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ നല്ല ഉയർച്ചയും ശ്രേയസ്സും ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായോ? അപ്പോ മറ്റൊരു ചോദ്യവുമായിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം. ഇന്ന് നമ്മൾ പഠിച്ചത് എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. നന്നായിട്ട് കഷ്ടപ്പെട്ടാല് നമുക്ക് നന്നായിട്ട് ജീവിക്കാം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബൈ.